നമസ്തേ കുട്ടികളെ, ഇന്നിവിടെ പറയാൻ പോണ കാര്യം നമ്മുടെ വീടുകൾക്കൊക്കെ ദൈവകടാക്ഷം അല്ലെങ്കിൽ ദൈവാധീനം ഉണ്ടോയെന്ന് എങ്ങനെ തിരിച്ചറിയാം അതിനെക്കുറിച്ചാണ് കേട്ടോ. സാധാരണ നമ്മൾ ഒരു വീട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തോന്നൂലേ ആ ഒരു വീട് ഒരു ഐശ്വര്യമുള്ള വീടാട്ടോ, അല്ലെങ്കിൽ ദൈവകടാക്ഷമുള്ള ഒരു വീട്. ചിലപ്പോൾ ചെറിയൊരു വീടായിരിക്കും, ഒരു മുറി വീടാണെങ്കിൽ കൂടെ ആ വീട്ടിലേക്ക് കയറി ചെന്നാൽ നമുക്ക് മനസ്സിനൊരു സന്തോഷം തോന്നും. അത് കാരണം എന്താ വെച്ചാൽ ആ വീടിന് ഒരു ഐശ്വര്യം ഉണ്ട് അല്ലെങ്കിൽ ദൈവാധീനം ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ചില വീടുകളിൽ ചെന്നാൽ നമുക്ക് എത്രയും വേഗം ഇറങ്ങി പോരണമെന്ന് തോന്നും. അതുപോലെ നമ്മുടെ വീടുകളിലും നമുക്ക് ദൈവാധീനം ഉണ്ടോയെന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ആദ്യമായിട്ട് നമ്മുടെ വീടുകളിൽ എപ്പോഴും ഈ ഐശ്വര്യമുള്ള വീടുകൾ അല്ലെങ്കിൽ ദൈവാധീനമുള്ള വീടുകളിൽ എപ്പോഴും ഒരു നല്ല മണം, നല്ല നറുമണം എന്ന് പറയില്ലേ, അങ്ങനെ ഒരു മണം ഉണ്ടായിരിക്കും. നമ്മൾ പൂക്കളൊന്നും ആ വീട്ടിൽ പൊട്ടിച്ച് വെച്ചിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ പൂവ് പൂത്തിട്ടില്ലെങ്കിലും ഒരു മുല്ലപ്പൂവിൻ്റെ മണം അല്ലെങ്കിൽ തുളസിയുടെ ഇലയുടെ മണം, അങ്ങനെ നല്ലൊരു മണം ഉണ്ടാവും. നമ്മൾ സെൻറ്റൊന്നും അടിച്ചിട്ടുണ്ടാവില്ല, എന്നാലും ഒരു ചെറിയൊരു മണം എപ്പോഴും വീട്ടിൽ നല്ല മണം ഉണ്ടായിരിക്കും. പിന്നെ രണ്ടാമതായിട്ട് ദൈവകടാക്ഷം ഉള്ളത് തിരിച്ചറിയാൻ പറ്റും. നമ്മൾ ദീപം കൊളുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ വിളക്ക് നല്ല പ്രകാശത്തോടു കൂടി ജ്വലിക്കുക. ആ ദീപം നല്ല പ്രകാശത്തോട് ജ്വലിക്കുകയാണെങ്കിൽ നമ്മളെ വീട്ടിൽ ദൈവാധീനം ഉണ്ട് എന്നാണ് പറയുക. എത്ര എണ്ണ ഒഴിച്ച് കത്തിച്ചാലും ദീപം നന്നായി കത്താതിരുന്നാൽ നമുക്കത് ദൈവാധീനം ഇല്ല എന്ന് പറയും. അതുമാതിരി തന്നെ നമ്മുടെ വീട്ടിലെ ചന്ദനത്തിരി, അതുമാതിരി തന്നെ ദശാംഗം, അങ്ങനെയൊക്കെ പുകച്ച മണം എപ്പോഴും നിലനിൽക്കുക. നമ്മൾ കാലത്താണ് ദശാംഗം പുകയ്ക്കുക അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്നാൽ കൂടെ വൈകുന്നേരം വരെ ആ മണം നിലനിൽക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ആ ഐശ്വര്യം നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ദൈവാധീനം ഉണ്ടെന്ന് പറയും. അതുമാതിരി നമ്മളെ വീടുകളിൽ പൂക്കൾ, മുല്ലപ്പൂവ്, അതുമാതിരി തന്നെ ചെമ്പരത്തി, അങ്ങനെയുള്ള പൂക്കളൊക്കെ എപ്പോഴും ചെടി വെച്ച വീടുകളാണെങ്കിൽ ഈ പൂക്കളൊക്കെ എപ്പോഴും വിരിയുന്നതായിരിക്കും. അതുമാതിരി തന്നെ നമ്മുടെ വീട് നമ്മൾ എത്ര പെയിൻ്റ് അടിച്ചാലും അഴുക്ക് പിടിക്കുക, ചളി പിടിക്കുക, അത് നല്ല എപ്പോഴും വീട് ഫ്രഷ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നല്ല ഉണർവോട് കൂടി ഇരിക്കുകയാണെങ്കിൽ ആ വീട്ടിലും ദൈവാധീനം ഉണ്ടെന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവാധീനം ഉണ്ടാവാൻ വേണ്ടി എപ്പോഴും വീട് ശുദ്ധമായിട്ടും വൃത്തിയായിട്ടും അതുമാതിരി നല്ല പെയിൻ്റൊക്കെ അടിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് വയ്ക്കുക. അതുമാതിരി അടുത്തതായിട്ട് പറയണത് നമ്മുടെ വീടുകളിൽ പല്ലി ഉണ്ടെങ്കിൽ ആ വീട്ടിലും ദൈവാധീനം ഉണ്ടാവും എന്ന് പറയാം. മഹാലക്ഷ്മി കടാക്ഷം ഉണ്ടെന്നാണ് പറയുക. അപ്പോൾ സാധാരണ പല്ലിയെ കണ്ട എല്ലാവർക്കും പേടിയാണ് അല്ലെങ്കിൽ വെറുപ്പാണ്, അറപ്പാണ്. ശരിയാണ്, പല്ലീനെ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ കാട്ടും മൂത്രമൊക്കെ ഭക്ഷണത്തിൽ വീണ് കഴിഞ്ഞാൽ മോശം തന്നെയാണ്. പക്ഷേ നമുക്ക് എപ്പോഴെങ്കിലൊക്കെ പല്ലി വരുന്നത് നമ്മുടെ വീട്ടിൽ വളരെ നല്ലതാണ്. പല്ലി വന്നാൽ ഐശ്വര്യമുണ്ട് അല്ലെങ്കിൽ ദൈവാധീനം ഉണ്ടെന്നാണ് ആ വീട്ടിൽ പറയുക. അതും വെളുത്ത പല്ലി ഉണ്ടെങ്കിൽ വളരെ നല്ലതാണെന്ന് പറയാം. അതുമാതിരി ദൈവകടാക്ഷം അല്ലെങ്കിൽ ദൈവാധീനമുള്ള വീടുകളിൽ എപ്പോഴും പണത്തിന് കുറവ് വരില്ല. പണക്കാരുടെ വീട്ടിൽ പണം ഉണ്ടാവും, പണമില്ലാത്തവരുടെ വീട്ടിൽ പണമില്ല എന്ന് ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ വിചാരിക്കണം. പക്ഷെ അങ്ങനെയല്ല. ഒരു ദൈവാധീനമുള്ള വീട്ടിൽ എത്ര കഴിവില്ലാത്തവരുടെ വീട്ടിലായാലും നമ്മളെ കഷ്ടം വരുമ്പോൾ ആ പൈസ നമുക്ക് നമ്മുടെ കയ്യിലെത്തുക. ഒന്നുമില്ലെങ്കിൽ നമുക്ക് കടമായിട്ടായാലും അല്ലെങ്കിൽ നമുക്ക് കിട്ടാനുള്ള പൈസ ആ സമയത്ത് കിട്ടുക. നമുക്ക് എന്തൊരു കഷ്ടം വരുന്ന സമയത്ത് ആ കഷ്ടത്തിനെ തരണം ചെയ്യാൻ ആ സമയത്ത് നമുക്ക് കാശ് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ പണം കിട്ടുകയാണെങ്കിൽ ആ വീട്ടിൽ എന്തായാലും ദൈവാധീനം ഉണ്ടെന്ന് തന്നെ പറയാം. ദൈവാധീനമുള്ള വീട്ടിൽ ഒരിക്കലും പണത്തിന് കഷ്ടം വരില്ല എന്നുള്ളത് ഉറപ്പാണ്. അത് കഷ്ടപ്പെട്ട പൈസ ആയാലും എന്തായാലും നിൽക്കുന്നതായിരിക്കും. അതുമാതിരി തന്നെ നമ്മുടെ വീടുകളിൽ കുരുവി, കിളികളൊക്കെ വരിക. ഇതൊക്കെ നമ്മുടെ വീടുകളിൽ മുറ്റത്തും പിന്നിലൊക്കെ വീട്ടിൽ ചുറ്റും ഈ കിളികളൊക്കെ നടക്കുകയാണെങ്കിൽ നമ്മളെ വീടിന് ദൈവാധീനമുണ്ട്. അതുമാതിരി തന്നെ കിളികൾ കൂട് കൂട്ടിയാലും ദൈവാധീനമുണ്ട്, ദൈവകടാക്ഷം ഉണ്ടെന്നാണ് പറയുക. അതുമാതിരി കിളികൾ വന്ന് കൂട് കൂട്ടുക, കിളികൾ പറന്ന് വരുമ്പോൾ നമ്മൾ അവർക്ക് വെള്ളമോ അരിമണിയോ മലരോ പൊരിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അവർ വന്നു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ ഐശ്വര്യം കൂടും. ദൈവാധീനമുള്ള വീട്ടിൽ അല്ലെങ്കിൽ മഹാലക്ഷ്മി കടാക്ഷമുള്ള വീട്ടിൽ ഒരിക്കലും അന്നത്തിനോ എന്ന് പറഞ്ഞാൽ അരിയോ ഭക്ഷണത്തിനോ അതുമാതിരി തന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇതിനൊന്നും ക്ഷാമം ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ ഉണ്ടാവില്ല. നമുക്ക് എന്തെങ്കിലും രീതിയിൽ നമുക്ക് വാങ്ങി വെക്കാൻ തോന്നും. അതൊക്കെ വാങ്ങി വെച്ചാൽ മാത്രമേ ദൈവകടാക്ഷം ഉണ്ടാവുള്ളൂ. അതുമാതിരി തന്നെ നമുക്കൊരു കഷ്ടം വരുമ്പോൾ നമുക്ക് വളരെയധികം ഇപ്പോൾ ഒരു പണത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾക്കോ കഷ്ടം വരുമ്പോൾ നമ്മളെ ആരെങ്കിലും പെട്ടെന്ന് വന്ന് സഹായിക്കുക. അത് ദൈവത്തിൻ്റെ രൂപത്തിലാണ് വന്ന് സഹായിക്കുക. അപ്പോൾ നമ്മൾ പറയില്ലേ, നമ്മൾ കഷ്ടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ, ആ സമയത്ത് ഒരാൾ വന്ന് സഹായിച്ചു. അത് ദൈവാധീനമുള്ള കാരണമാണ് വന്ന് സഹായിക്കണത്. ഈ ദൈവാധീനം ഇല്ലാത്തവർക്കും അല്ലെങ്കിൽ ദൈവാധീനം ഇല്ലാത്ത വീട്ടിലും ഒരിക്കലും ഒരാൾ വന്ന് പെട്ടെന്ന് ഒരാൾ സഹായിക്കില്ല. നമുക്ക് ചിലപ്പോൾ നമ്മൾ കൊടുത്ത പൈസ ആയിരിക്കാം,
നമ്മൾ കൊടുത്ത പൈസ ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ അവർ കൊണ്ടുവന്ന് സഹായിക്കാം. അപ്പോൾ നമ്മളെ കഷ്ടം തീരുന്ന ഇത് വേറൊരാളെ കൊണ്ടായിരിക്കാം, നമ്മളെ കയ്യിൽ കാശില്ലെങ്കിലും ആ സമയം നമുക്ക് ദൈവാധീനം കൊണ്ട് തന്നെയാണ് ആ കാശ് നമുക്ക്, കാശോ അല്ലെങ്കിൽ നമുക്ക് എന്തിനാണ് ക്ഷാമം വരുന്നത്, ആ ക്ഷാമം നമുക്ക് തീർന്നു കിട്ടുന്നത് ദൈവാധീനം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ദൈവാധീനം ഉണ്ടാവാൻ നമ്മൾ എപ്പോഴും വീട് നല്ല വൃത്തിയോടും വെടുപ്പോടും കൂടി വയ്ക്കുക. എപ്പോഴും ഭഗവാന് വിളക്കും കത്തിച്ചു ഇരിക്കുക, പൂജകൾ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഇവിടെ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ട് വെച്ചാൽ നിങ്ങളുടെ വീടും ദൈവാധീനമുള്ള വീടാണെന്ന് വിചാരിക്കാം. അതുമാതിരി എല്ലാ വീട്ടിലും ദൈവാധീനം അല്ലെങ്കിൽ ദൈവകടാക്ഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.